വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാജികുമാരിയിൽ ഫെസ്റ്റ് ആട്ടോ ഇന്ന്. പിന്നെ നമുക്ക് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ കുറേ ഫിഷ്, കുറേ പൂക്കൾ കൊണ്ട് കുറേ കാര്യങ്ങൾ സെറ്റും ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ എന്ത് ക്യൂട്ടായി മീൻ കാണാനെന്നല്ലേ. നല്ല ഫിഷാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇപ്പം കണ്ട ഈ മീനാട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ മീനാണ്. ഈ രണ്ട് മീൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു വെറൈറ്റി ഫിഷാണ്. ഏറ്റവും ലാസ്റ്റത്തെ മുന്നേ ഒരു നല്ലൊരു ക്യൂട്ട് ഫിഷ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതല്ല, ഇത് ഞാൻ ഇങ്ങനെ എപ്പോഴും ഏതെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇത് കാണാറുള്ളതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത് തോന്നിയ ഒരു ഫിഷ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഫിഷ്. ഇനി നമുക്ക് കാണാം. എൻ്റെ ചേച്ചി ഫെസ്റ്റിന് ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. രണ്ടാന്ന് തോന്നില്ല, മൂന്നാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 3 or 2 ആയിക്കോട്ടെ, ഒന്ന് കളിച്ചാൽ മാത്രം മതി. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, കുറേ ഫിഷൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത കുറേ ഫിഷാണ് ഇവിടെ ഉള്ളത്. ചുമയാണ് അതുകൊണ്ട് പറയുന്നത്, ചിലതെല്ലാം എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ കുറേ ക്യൂട്ടായിട്ടുള്ള ഫിഷും ഉണ്ട്, എനിക്ക് ഇഷ്ടമല്ലാത്ത ഫിഷും ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഫിഷും ഉണ്ട്. ഇതെല്ലാം കൂടി കേട്ടോ. പിന്നെ ഇവിടെ പുറകിൽ ആരൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മറ്റേ ക്ലാസ് ആയതുകൊണ്ട് എല്ലാം നിഴലും ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫിഷാണ്. അപ്പുറത്തെങ്കിലും പൂമ്പാറ്റയും എന്തോ ഒരു വേറൊരു കാര്യം കാണുന്നില്ല. എന്തെങ്കിലും ഒരു പൂമ്പാറ്റ ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഉള്ളത് കുറേ വെറൈറ്റി ഫിഷൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കണ്ടിട്ട് ഉള്ള ഫിഷാണ് ഇച്ചിരിയൊക്കെ. ഈ ഫിഷാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫിഷ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫിഷാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, സോറി. അല്ലായിരുന്നു ഞാനിപ്പം പറഞ്ഞു എന്നാരുണ്ട്. പിന്നെ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് കൊള്ളില്ലാത്ത പോലെയാണ് തോന്നിയത്. ഇതെന്തോ വെറൈറ്റി ഫിഷാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതെന്ത് ഫിഷ്, ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവരൊന്ന് എനിക്കൊന്ന് കമൻറ്റും ചെയ്യണം, പറഞ്ഞു തരണം. ഓക്കെ, ഇതൊക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ സിംഗ് ഒരു പൂ കൊണ്ടുണ്ടാക്കിയതാണ് കുറേ. പിന്നെ നമ്മുടെ കാതുകൊത്ത അങ്ങനെയൊക്കെ. പിന്നെ അപ്പുറത്ത് പോകണോട്ടോ നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നു. പശുവൊക്കെ കൊള്ളാമല്ലേ, എന്ത് ക്യൂട്ടായിട്ടാണ് ഉള്ളത്. ഹിപ്പോപ്പൊട്ടാമസും കാളയൊക്കെയാണ്. ഇത് പശുവാണ് കേട്ടോ, ഇത് പശുവല്ല കാളയാണ്. പിന്നെ ഡ്രാഗൺ ഉണ്ട്, ഡ്രാഗൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കിക്കോ. ഇതൊക്കെ ഉണ്ടാക്കാൻ അവർ നന്നായി കഷ്ടപ്പെട്ട് കാണും, ഭയങ്കര രസമുള്ളതാണ് ഈ ഡ്രാഗൺ കാണാൻ. ഇവിടെയൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുക്കണം എന്ന് ഓർത്തതാണ് കേട്ടോ, പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നെയുള്ള ഒരു ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാവയാണ്. പിന്നെ ഒരു ബട്ടർഫ്ലൈ ആണ്. അവിടെ ഒരു ലവിൻ ഷേപ്പിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ ഇച്ചിരി പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ താറാമോളും കൊക്കാണോ എന്ന് അറിയത്തില്ല. പിന്നെ
ഇതൊക്കെ നമ്മുടെ പിന്നെ മയിലുണ്ട്, പഞ്ചിനുണ്ട്, പിന്നെ ഉള്ളത് ഇവിടെ ഒരു മസാജറുണ്ട്. കയ്യിലൊക്കെ നന്നായി നമുക്ക് നല്ല വേദനകൾക്കും നമുക്ക് നമ്മുടെ കയ്യിലെ വേദനയെല്ലാം പോകാനുള്ളതാണ്. പിന്നെ ഉള്ളത് ഇവിടെ ഇച്ചിരി പച്ചക്കറി, നമ്മുടെ പച്ചക്കറി വിത്തൊക്കെ ഉള്ളതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇത് കൂട്ട് ഞങ്ങൾ രാജക്കാട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു, പക്ഷെ അത് ഇതുവരെയായിട്ട് ഇതാക്കി ആയിട്ടില്ല. പിന്നെ ഇതെന്താണെന്ന് അറിയത്തില്ല, സ്നാക്കാണോ എന്നറിയത്തില്ല. കരിമ്പെട്ടികളാണ്. പിന്നെ ഇവിടെ ഇച്ചിരി ഇവിടെ എന്താ ഇങ്ങനെ ചെറിയ ചെറിയ ജന്തുക്കളെയൊക്കെ പിന്നെ ഇവിടെ സ്നാക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ പൊട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഇച്ചിരി ഒരുങ്ങുന്ന സാധനങ്ങൾ, ഹെയർ ബ്രാൻഡ്, ക്ലിപ്സ്, കമ്മൽസ്, പിന്നെ ഹെയർ ബ്രാൻഡ്, മാല, പൊട്ട്, ഇതൊക്കെയാണ് ഇവിടെയുള്ള അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇച്ചിരി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ടോയ്സ്, അതാണ് ടോയ്സാണ്. പിന്നെ കുട്ടികൾക്കുള്ളത് ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, വലിയവർക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളുമുണ്ട്. പിന്നെ ഇവിടെ വലിയവർക്ക് ഉപയോഗിക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ കത്തി, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ വലിയവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ഇവിടെ ചട്ടയൊക്കെ കിട്ടും. ഇവർ പറയുന്നതനുസരിച്ച് ഇത് ഒട്ടിപ്പിടിക്കില്ലെന്ന്. പിന്നെ ഇവിടെ ഹാറ്റും വാച്ചുകളുമാണ് ഉള്ളത് കേട്ടോ. എനിക്ക് വാച്ച് ഒരെണ്ണം മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മേടിച്ചില്ല. പിന്നെ ഉള്ളത് കത്തികളും, പിന്നെ ഇച്ചിരി എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതും വലിയവർക്ക് ഉപയോഗിക്കാനുള്ള കാര്യമാണ്. ഇതും വലിയവർക്കുള്ള ഉപയോഗിക്കാനുള്ള കാര്യമാണ്. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വെച്ച് ബെൽറ്റൊക്കെ എന്തായാലും കട്ട് ചെയ്യാനുള്ള കാര്യം വരെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ മിഠായികൾ ഇവിടെ ഉണ്ട്. സിഗരറ്റ് മിഠായി, പിന്നെ ജെല്ല് മിഠായി, പിന്നെ പണ്ടത്തെ കോൽമിഠായും ജോക്കർ മിഠായും ഒക്കെ ഉണ്ട്. ഇതാണ് പണ്ടത്തെ മിഠായി. കാണുമ്പോൾ നമ്മൾ കിച്ചൺ സെറ്റ് കൊണ്ടൊക്കെ കളിച്ചത് നമുക്ക് ഓർക്കും നമ്മൾ. പിന്നെ ജോക്കർ മിഠായി ഇവിടെ അങ്ങനെ കൂടുതലുണ്ട്. പുളിമിഠായൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. പിന്നെ ഇവിടെ കിൻഡർ ജോയൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളതായതുകൊണ്ട് അങ്ങനെ ആയാലും വരില്ല. പിന്നെ ഇവിടെ കുറേ മിഠായി ഉണ്ട്. പണ്ടത്തെ മിഠായി, സിഗരറ്റ് മിഠായി. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം സിഗരറ്റ് മിഠായി എടുത്തോണ്ട് പോയി നോക്കാനേ. അപ്പം എൻ്റെ മമ്മി വന്ന് എൻ്റെ അനിയനെ എടുത്തോണ്ട് പോയി. അവന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഉള്ളത് ഇവിടെ പൊതിപ്പും കമ്പിളിയും പോക്കോണൊക്കെ കിട്ടും. എന്തിനു പറഞ്ഞ സാരി കിട്ടുമെന്ന് ഓർത്ത് പോയി. പിന്നെ ഉള്ളത് ഇച്ചിരി പാർത്തങ്ങളും ഗ്ലാസ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. പാർത്തൻ ഗ്ലാസ്സൊക്കെ, ഈ ഗ്ലാസ് നമുക്ക് താഴെ വീണ അപ്പം പൊട്ടും, പൊട്ടും. പിന്നെ ഇവിടെയൊക്കെയുള്ള സ്നാക്കാണ്. സ്നാക്ക് പിന്നെ നമുക്കറിയാമല്ലോ, സ്നാക്കാണ്. ഇവിടെ ഉള്ളത് ടോയ്സ് ആണ് കേട്ടോ. ടോയ്സാണ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ടോയ്സാണ് കൂടുതലും ഉള്ളത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ സൂപ്പറായിരിക്കും. കുട്ടികൾക്ക് നന്നായി മേക്കപ്പ് ചെയ്യാൻ അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഇച്ചിരി പക്കവട, അങ്ങനെയൊക്കെ പഴം കൂരി, ബജ്ജി, അതൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ നമ്മൾ റൈഡ്സിലൊക്കെ കയറാമെന്നാണ് ഓർത്തത്. റൈഡ്സിലൊക്കെ കയറുമ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ
2 റൈഡിലേ കയറിയുള്ളൂ. എന്ന് വെച്ചാൽ പൈസ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ 2 റൈഡിലേ കയറിയുള്ളൂ. മുന്നേ 8-ാം തീയതി ഞങ്ങൾ വന്നപ്പോൾ കയറിയതായതുകൊണ്ട് അങ്ങനെ അധികം ഒന്നും കയറിയില്ല, 2 കയറിയുള്ളൂ. പിന്നെ ഉള്ളത് കുറേ കുട്ടികൾക്കുള്ള എന്തായിരുന്നു റൈഡ്സാണ്, കുട്ടികൾക്ക് കുറേ ഉണ്ട്. പിന്നെ ആ മുന്നിൽ പോയി നിന്നത് എൻ്റെ ചേച്ചിയായിരുന്നു കേട്ടോ, ലീനാൻറ്റിയുടെ മോളാണ്. പിന്നെ കുറേ കുഞ്ഞുങ്ങൾക്ക് റൈഡ്സൊക്കെ ഉണ്ട്. ഈ റൈഡ് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഏറ്റവും അടിപൊളിയായ റൈഡാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൈഡാണ്. ഇപ്പോൾ ഞാൻ ഇത് കേരളം വരെ ആയിരിക്കുന്നില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ട്രെയിനാണ്. ട്രെയിനിലൊക്കെ നമ്മൾ കയറിയായിരുന്നു. എൻ്റെ ചേച്ചി ഡാൻസ് കയറിയപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കയറിയത്. നന്നായി ചുമയുള്ളതുകൊണ്ട് ചുമച്ചാട്ടോ. പിന്നെ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഡ്രൈവ്സൊക്കെ ഉണ്ട്, റൈഡൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൈഡാണ്, പക്ഷെ എനിക്ക് കയറാൻ പറ്റിയില്ല. ഇത് ഡേഞ്ചർ റൈഡാണ്. ഈ ട്രെയിനും ആ റൈഡും നല്ലതാണ്. പിന്നെ അവിടെ സ്റ്റേജിൻ്റെ അടുത്ത് എല്ലാവരും കൂടി നിൽക്കുന്നത് കാരണം അവിടെ ഒരു ഡാൻസാണ് അവിടെ കിടക്കുന്നത് ഉള്ളത്. പിന്നെ ഈ ഡാൻസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഡാൻസൊക്കെ നന്നായി കണ്ടു, സൂപ്പറായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നടുക്ക് എൻ്റെ ചേച്ചിയുടെ പേര് വന്നപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ എൻ്റെ ചേച്ചിയുടെ പേര് വരാൻ മാത്രം നോക്കിയിരിക്കുമായിരുന്നു അവിടെ. അതിന് വന്നിട്ട് അവരിൻ്റെ കഴിഞ്ഞ ശേഷം അവൻ്റെ ഏറ്റവും ലാസ്റ്റാണ് അവരിൻ്റെ ഒരു ഡാൻസും കൂടി വന്നത്. 3 ഡാൻസ് ഉണ്ടായിരുന്നു, അതിലൊരെണ്ണം കഴിഞ്ഞുപോയി. കൊള്ളായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ചേച്ചി തന്നെ കാണാൻ വന്നായിരുന്നു കേട്ടോ. അടിപൊളി ഡാൻസായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒന്ന് കാണാൻ തോന്നും. സൂപ്പർ ഡാൻസൊക്കെ ആയിരുന്നു, നല്ല ഡാൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഈ വാതിലിൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ചേച്ചിയാണ്. പിന്നെ ഒരാൾ കളിക്കുകയാണ്, അവൻ്റെ കുറച്ച് കഴിഞ്ഞാലേ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റും കഴിഞ്ഞ എല്ലാ ഡാൻസും കഴിഞ്ഞ ശേഷം അവരിൻ്റെ ഡാൻസ് ഉണ്ടായിരിക്കും ഗായ്സ്. 3 ഡാൻസായിരുന്നു, അതിലൊരെണ്ണം പോയിട്ടുണ്ട്. പിന്നെ ആകെ 2 ഡാൻസ് മാത്രമേ ഇതിലുള്ളൂ. എനിക്ക് പിന്നെ ഇവിടെ നമ്മൾ ഭയങ്കര ഈ വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡാൻസ് ടീച്ചറാണ് അവരിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല പോലെ കളിക്കുകയും നല്ല പെർഫോമും ചെയ്തായിരുന്നു. നല്ല ഡാൻസൊക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ ചേച്ചിയുടെ ഡാൻസ് നോക്കിയിരിക്കുക ആണ് കേട്ടോ. കുറേ നേരമായി ഞാൻ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ വരുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല, വരുന്നില്ല. അവിടെ കുറേ എന്തായിരുന്നു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റൈഡ്സിൻ്റെ കുറച്ച് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഫെസ്റ്റിന് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
കുറേ നേരം ഞാനിവിടെ എൻ്റെ ചേച്ചിയുടെ എന്തായിരുന്നു മറ്റേ ഡാൻസ് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇപ്പം കളിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ഡാൻസ് ടീച്ചറാണ്. ഇത് ഏത് ഡാൻസാണെന്ന് എനിക്കറിയത്തില്ല, നല്ല ഡാൻസാണ്. അത് മോഹിനി ആട്ടമാണ്. പിന്നെ എനിക്ക് പിന്നെ ഞങ്ങൾ വൈകിട്ട് വന്നുകൊണ്ട് സൂപ്പറായിരുന്നു അവിടത്തേത്. ഇന്ന് കഴിയുന്ന ദിവസമായതുകൊണ്ട് പെട്ടെന്ന് സൺഡേ കഴിയുന്ന ദിവസമായതുകൊണ്ട് പോയി. അത് ഇന്ന് അവർ ഇന്ന് ഡാൻസൊക്കെ വെച്ചത്. ഇങ്ങോട്ട് ഇനി ചില ഫെസ്റ്റിന് മാത്രമല്ല വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇനി നിർത്തുവാണ് കേട്ടോ. മോഹിനിയാട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ റെഡി എൻ്റെ ചേച്ചിമാർ കയറിയായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന എൻ്റെ ചേച്ചിമാരാണ്. ഒരു ഗ്രീൻ ഷർട്ടും ഇട്ട് ഒരു ഗ്രേ ഷർട്ടും ഇട്ടിട്ടുണ്ട്. ഇവർ എൻ്റെ ചേച്ചിമാരല്ല, സ്വന്തം. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിമാരാണ്. പിന്നെ ഉള്ളത് കുഞ്ഞു കുട്ടികളിൻ്റെ ഒരു ഡാൻസാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളിൻ്റെ ചിലവർക്കറിയില്ല എന്ന് തോന്നുന്നു, മറന്നും പോയിട്ടുണ്ട് ചിലവർ. എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അവരുടെ ഡാൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മിയും പപ്പയും ഡാൻസ് ക്ലാസ്സിന് വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ സ്റ്റെപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളതൊരു വലിയവരിൻ്റെ ഡാൻസായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ ഡാൻസ്. ഇവർ എന്താണെന്ന് അറിയത്തില്ല, എന്തൊക്കെ പൊടി വല്ലതും ഇടുന്നുണ്ടോ എന്നും അറിയത്തില്ല. വല്ല പൊടിയും ഇടുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഡാൻസായിരുന്നു. എൻ്റെ ചേച്ചിയുടെ എപ്പോഴാണ് ഡാൻസ് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഗായ്സ്, അറിയത്തില്ല. ഇനി ഞാൻ ഈ എല്ലാ ഡാൻസും കഴിഞ്ഞ ശേഷം മാത്രം ഞാൻ മിണ്ടത്തുള്ളേ. ഓക്കെ, ഇനി ഞാൻ മിണ്ടാതിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഭയങ്കര ക്യൂട്ട് ഡാൻസാണ്. നല്ല സ്റ്റെപ്സ് ആയിരുന്നു അത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇത് എൻ്റെ ചേച്ചിയുടെ അല്ല കേട്ടോ ഗൈസ്, ആകെ ജമ്മി പോയി. ഇത് വേറെ ഏതോ കുഞ്ഞുങ്ങളിൻ്റെ ആണ്, കുട്ടികളിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല ഡാൻസായിരുന്നു. പിന്നെ ആ ഡാൻസൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ഡാൻസ്. പിന്നെ എൻ്റെ ചേച്ചിയുടെ ലാസ്റ്റ് ഒരു ഡാൻസ് ഉണ്ടെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, അതിന് സോറി.
പിന്നെ ഉള്ളത് എനിക്ക് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ പാട്ട് പിന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല പാട്ട്. എന്തായാലും കാണാമല്ലോ, എന്നാലും ഞാൻ കണ്ടു. അത് തന്നെ എൻ്റെ ചേച്ചിയുടെ ഡാൻസാണെന്ന് അറിയത്തില്ല. എൻ്റെ ചേച്ചിയുടെ ഡാൻസായിരുന്നു. അത് കഴിഞ്ഞ് ഈ നടുക്ക് നിൽക്കുന്ന എൻ്റെ ചേച്ചിയാണ്. ഈ നടുക്ക് ലെഫ്റ്റ് ഭാഗത്തിലുള്ളത് എൻ്റെ ചേച്ചിയാണ്. എനിക്ക് എൻ്റെ ചേച്ചി കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നല്ല ചുമയും ഉണ്ട്. ഇന്നലെ എന്തായിരുന്നു യാത്ര പോയപ്പോൾ പോയതുകൊണ്ട് നമുക്ക് പനി പിടിച്ചതാണോ ഒന്നും അറിയത്തില്ല. ഗൈസ് നല്ല ചുമയുണ്ട്. പിന്നെ കടന്നപ്പോൾ ഇച്ചിരി വൈകിയോ കടന്നു. അതുകൊണ്ട് ഇന്ന് കഴിക്കാൻ ഞാൻ ഇച്ചിരി താമസിച്ചു. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഡാൻസ് ഏറ്റവും ലാസ്റ്റുമുണ്ട്. ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഈ നടുക്ക് ലെഫ്റ്റ് നിൽക്കുന്നതാണ് എൻ്റെ ചേച്ചി. എനിക്ക് എൻ്റെ ചേച്ചി കളിക്കുന്ന ഏറ്റവും ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചി വന്നപ്പോൾ കാൽവേദന ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനല്ല ആ ചേച്ചിയുടെ ചേച്ചി. എൻ്റെ അമ്മേനെ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ വിളിക്കാറ് കേട്ടോ. എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. അതുകൊണ്ട് അമ്മേനെ എൻ്റെ ആ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ പേര് അലോണ എന്നാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ഡാൻസാണോ? ഡാൻസ് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയത്തില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് പറയൂ കേട്ടോ. പിന്നെ എനിക്ക് കുറേ പിന്നെ ഇച്ചിരി സപ്പോർട്ട് നിങ്ങൾ തരാം. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം കുറവാണ്. അതുകൊണ്ട് എല്ലാം കൂടി നിങ്ങൾ ചെയ്യണേ. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ ഏത് സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ എല്ലാ സ്റ്റെപ്പും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഒരു സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഉള്ളത് വേറെ കുറേ ഡാൻസ് ആയിരുന്നു. ഇതെൻ്റെ ചേച്ചിയിലോട്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ ഒരു റൈഡിൽ ആ റൈഡിൽ കയറിയായിരുന്നു ഏറ്റവും ലാസ്റ്റ് ആദ്യം ഒന്ന് മാത്രം. പിന്നെ ഈ റൈഡ് എന്താണെന്ന് അറിയത്തില്ല, പറന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത് കേട്ടോ. പറന്നു പോകുന്ന പോലത്തെ ഉള്ള ഫീലിംഗ് ആണ് ഈ ഡ്രാഗൺ റൈഡിൽ കയറിയപ്പോൾ എനിക്ക് പറ്റിയ. ഇത് ഞാൻ രാജക്കാട്ടിൽ ഫെസ്റ്റിന് പോയപ്പോൾ കയറിയായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇത് കയറിയത്തേന് എനിക്ക് എന്തോ പോലെ ആയി പോയിട്ട് ഗേൾസ്. അതൊക്കെ രാജക്കാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ അങ്ങനെ
വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് 5 വയസ്സ് ആക്കി ഉണ്ടായിരുന്നുള്ളൂ ഗേൾസ്. ഇപ്പോഴാണ് എനിക്ക് 6 വയസ്സ് വന്നത്. പിന്നെ നല്ല ഡാൻസ് ആണ്. ഇത് വേറെ ചേച്ചിമാരുടെ ഡാൻസാണ്. ഇത് കഴിയാറായോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. സൂപ്പർ ഡാൻസ് ആണ് ഗൈസ്. നല്ല പാട്ടുകളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പാട്ടും ഇഷ്ടപ്പെട്ടു, സ്റ്റെപ്പും ഇഷ്ടപ്പെട്ടു, ഡാൻസും ഇഷ്ടപ്പെട്ടു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് പാട്ട് അങ്ങനെ കേൾപ്പിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. പിന്നെ നല്ല നല്ല സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഷെയറും ലൈക്കും ചെയ്യണേ. പിന്നെ ഉണ്ടായിരുന്നു നാടോടി നൃത്തമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നാടോടി നൃത്തം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
എൻ്റെ അമ്മയുടെ കയ്യിൽ എൻ്റെ അനിയനുള്ളതുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സോറി കേട്ടോ. സൂപ്പർ ഡാൻസും ഇതായിരുന്നു. ഇതിനു മുൻപ് ഞങ്ങൾ രാജകുമാരി വന്നിട്ടുണ്ട്. പിന്നെ ഉള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇതാണ് എൻ്റെ ചേച്ചിയുടെ ലാസ്റ്റത്തെ ഡാൻസ്. ഇനി ഇല്ല ഗൈസ്, ഈ ഡാൻസും കൂടി ഉള്ളൂ. ഇനി ആകെ ഒറ്റൊരു ഡാൻസും കൂടി ഉണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അൽഫാം മന്തി കഴിച്ചായിരുന്നു. നല്ല ഫുഡായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് കഴിക്കുമായിരുന്നു ഞാനൊക്കെ. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ മുന്നെയാണ് ഞാൻ കഴിക്കാൻ പോയത്. ഇത് നല്ല ഡാൻസാന്ന് ഇച്ചിരി പേരൊക്കെ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും എൻ്റെ ചേച്ചിയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.
നല്ല നല്ല സ്റ്റെപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഈ റെഡി ഞാനും എൻ്റെ അനിയനും എൻ്റെ അമ്മയുടെ അമ്മയും ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റായിരുന്നു ഞങ്ങൾ കയറിയത്. ഏറ്റവും ലാസ്റ്റ് എന്തായിരുന്നു സീറ്റിൽ ഞങ്ങൾ കയറി. ഏറ്റവും ലാസ്റ്റുമാണ് ഞങ്ങൾ ഇത്. അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നതാണ് ഞങ്ങൾ. ഈ റൈഡ് ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി റൈഡായിരുന്നു കേട്ടോ. നമ്മുടെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പം ഓരോ വന്ന് ഒരു പാട്ട് പാടിയപ്പോൾ പിള്ളേരൊക്കെ അതിന് വലിയ സന്തോഷമൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണേ.